10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ കാർബൺ കമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ വളരെ വിശദമായി തന്നെ വീഡിയോ പഠിച്ചു. ഇനി ആ വീഡിയോ ലെസൺ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആദ്യം സ്വയം നോക്കുക, എന്നിട്ട് എൻ്റെ ആൻസറുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇമേജ് റെപ്രസെൻറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് എ ഫ്യൂ ഹൈഡ്രോകാർബൺ കമ്പൗണ്ട്സ്. ഇവിടെ നമുക്ക് കുറച്ച് ഹൈഡ്രോകാർബൺ കമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദീസ് കമ്പൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൽക്കൈൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ 3 തരം ഹൈഡ്രോകാർബൺസ് ആണ് പഠിച്ചത്. 1 ആൽക്കെയിൻസ്, 2 ആൽക്കീൻസ് ആൻഡ് 3 ആൽക്കൈൻസ്. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എയിൻ എന്ന് പറയുമ്പോൾ അതിലൊരു സിംഗിൾ ബോണ്ട് മാത്രമാണുള്ളത്. ഈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടാകും. വൈൻ അതായത് അയിൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇത് രണ്ടും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അതേസമയം സിംഗിൾ ബോണ്ട് വരുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന കമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ആദ്യത്തേതിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇതിൽ ഡബിൾ ബോണ്ടേ ഉള്ളൂ, ഇതിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഇതിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എയും ഡിയുമാണ് ഉത്തരം. കറക്റ്റ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഇതാണ്: ദ നെയിം ഓഫ് ദി കമ്പൗണ്ട് CH3, CH2, CH2, CHO. അപ്പോൾ ഇത് നമുക്ക് നെയിം ചെയ്യാനായിട്ട് ആദ്യം ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എത്രയാണെന്ന് നോക്കാം അല്ലേ? ഇതിൽ ഒരു CHO ഗ്രൂപ്പാണുള്ളത്. CHO ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആൾഡിഹൈഡ് അല്ലേ? ആൾഡിഹൈഡ്. ഇനി ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4. 4 വരുമ്പോൾ എന്താണ്? ബ്യൂട്ടെയിൻ അല്ലേ? ബ്യൂട്ടെയിൻ്റെ കൂടി ആൾഡിഹൈഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ആൽ. അപ്പം നമ്മളിതിൽ ഇ മാറ്റിയിട്ട് ആൽ ചേർക്കണം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബ്യൂട്ടനാൽ. ഓപ്ഷൻ ബി. ദ പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആറ്റം ബൈ വെർച്യൂ ഓഫ് ഇറ്റ് ഫോംസ് ബോണ്ട് വിത്ത് അതർ കാർബൺ ആറ്റംസ് ഈസ് കോൾഡ്. അപ്പോൾ കാർബണ് 2 പ്രോപ്പർട്ടീസ് ആണുള്ളത് കാർബണിൻ്റെ വെർസറ്റൈൽ നേച്ചറിന് കാരണമാകുന്നത്. ഒന്ന് കാറ്റിനേഷൻ, മറ്റേത് ടെട്രാവാലൻസി. ടെട്രാവാലൻസി എന്ന് വെച്ചാൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെയുള്ളത് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ് അല്ലേ? മറ്റ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആറ്റം ബൈ വെർച്യൂ ഓഫ് ഇറ്റ് ഫോംസ് ബോണ്ട് വിത്ത് അതർ കാർബൺ ആറ്റം. അപ്പോൾ ഇങ്ങനെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. അതുകൊണ്ട് തന്നെയാണ് കാർബണിന് ലോങ് ചെയിൻസ് ഓഫ് ഹൈഡ്രോകാർബൺസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. Which one of the following compounds decolorizes aqueous potassium permanganate solution? എത്തനോളിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എത്തനോളാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറി എന്തായിട്ട് എന്ത് റിയാക്ഷനാണ് സംഭവിക്കുന്നത്? ആൽക്കഹോൾ ആസിഡായിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ ഇവിടെ C2H5OH അഥവാ എത്തനോളാണ് ആൻസർ. Pentane has the molecular formula C5H12. It has how many covalent bonds? അപ്പോൾ ഇവിടെ പെൻറ്റെയിൻ ആണ്, ആൽക്കെയിൻ ആണ് അല്ലേ? അപ്പോൾ 5 പെൻറ്റ പറയുമ്പോൾ 5, അതിൻ്റെ ഡബിൾ, അതിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? ആൽക്കെയിൻസിൻ്റെ CnH2n+2 ആണ്. അപ്പോൾ N 5 ആണ്, 5ൻ്റെ ഡബിൾ 10, 10 2 12 അല്ലേ? ഇനി ഇവിടെ ചോദിക്കുന്നത് ഇതിൽ എത്ര കോവലന്റ് ബോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് എത്ര കോവലന്റ് ബോൺസ് ആണ്. ഒന്ന് നിങ്ങൾക്കിങ്ങനെ വരച്ച് നോക്കാം. പെൻറ്റെയിൻ ആകുമ്പോൾ 1, 2, 3, 4, 5 അല്ലേ? 5 കാർബണും അതിൻ്റെ 4 വാലൻസിയും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 കാർബൺ ആറ്റംസ് കോവലന്റ് ബോൺസ് ആണ് ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ആറ്റംസ് എത്രയാണെന്ന് നോക്കുക. ഇതിൽ കാർബൺ 5 ഉണ്ട്, ഹൈഡ്രജൻ 12 ഉണ്ട് അല്ലേ? അപ്പോൾ 12 5 എത്ര ടോട്ടൽ? 17. ആ ടോട്ടൽ -1 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 16 കോവലന്റ് ബോണ്ടാണെന്ന് ആൻസർ ലഭിക്കും. Which compounds will give addition reaction with the hydrogen? നമുക്കറിയാം ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്ത് നമ്മൾ അൺസാച്ചുറേറ്റഡ് കമ്പൗണ്ടിനെ സാച്ചുറേറ്റഡ് കമ്പൗണ്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അൺസാച്ചുറേറ്റഡ് കമ്പൗണ്ട് തിരഞ്ഞെടുത്താൽ അതാണ് അഡീഷൻ റിയാക്ഷന് വിധേയമാകുന്നത്. അപ്പോൾ C2H4 അവിടെ എന്താണ്? CnH2n ആണ് അല്ലേ? അതായത് കാർബണിൻ്റെ ആറ്റത്തിൻ്റെ ഡബിൾ ആണ് ഹൈഡ്രജൻ. അപ്പോൾ CnH2n ഏതാണ്? ആൽക്കീൻ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അൺസാച്ചുറേറ്റഡ് ആണ്. ഇനി C2H6ൻ്റെ അതായതാണ് CnH2n+2 ആണ്. അതായത് അതൊരു ആൽക്കെയിൻ ആണ്, അതൊരു സാച്ചുറേറ്റഡ് കമ്പൗണ്ട് ആണ്. ഇനി C2H2O CnH2n-2 ഇഥൈൻ ആണ് അല്ലേ? അപ്പോൾ ഇത് ആൽക്കൈൻ ആണ്, അതും ഒരു അൺസാച്ചുറേറ്റഡ് ആണ്. പിന്നെ C3H8 വരുമ്പോൾ ആൽക്കെയിൻ്റെ ഫോർമുലയാണ് ഡബിൾ +2 ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് അൺസാച്ചുറേറ്റഡ് ആണ്,
മൂന്നാമത്തേതും അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1 and 3. Which among the following undergoes addition reaction in the presence of nickel or palladium catalyst? അപ്പോൾ അഡീഷൻ റിയാക്ഷനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ചത്. അഡീഷൻ റിയാക്ഷന് കാറ്റലിസ്റ്റ് ആവശ്യമാണ്, നിക്കൽ അല്ലെങ്കിൽ പലേഡിയം. അപ്പോൾ നമുക്കറിയാം ഒരു ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് കമ്പൗണ്ട് ആണ് ഇതിന് വിധേയമാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ അൺസാച്ചുറേറ്റഡ് കമ്പൗണ്ടിനെ നമുക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് സാച്ചുറേറ്റഡ് ആക്കാം. ഇതും ഒരു അൺസാച്ചുറേറ്റഡ് കമ്പൗണ്ട് ആണ്, ഇവിടെയും ആക്കാം. പക്ഷേ ഇതൊരു സാച്ചുറേറ്റഡ് ആണ്, ഇതിന് ഇനി അഡീഷൻ പറ്റില്ല. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വിനീഗർ ഈസ് എ സൊല്യൂഷൻ ഓഫ്, നമുക്കറിയാം അസറ്റിക് ആസിഡിന്റെ വെള്ളത്തിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ വിനീഗർ എന്ന് പറയുന്നത് അല്ലേ. 5 to 8% ഓഫ് അസറ്റിക് ആസിഡ്. പക്ഷേ ഇവിടെ ചുറ്റിക്കാനായിട്ട് അവർ ആൽക്കഹോൾ എന്നുള്ള ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. അല്ല, നമുക്ക് വാട്ടറിലാണ്. അപ്പോൾ 5 മുതൽ 8% വരെ അസറ്റിക് ആസിഡ് വാട്ടറിലുള്ളതിനെയാണ് നമ്മൾ വിനീഗർ എന്ന് പറയുന്നത്. ഇനി ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. C3H8, അപ്പോൾ ഇതൊരു ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായല്ലേ. CnHUN+2 അല്ലേ. ആൻഡ് C4H10, ഇതും ആൽക്കെയിനാണ്. 4, 2, 8, 2, 10 രണ്ട് ആൽക്കെയിൻസ് ആണ്. ആർ ദ സക്സസീവ് മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസിൽ അഡ്ജസന്റ് മെമ്പേഴ്സിന്റെ വ്യത്യാസം എത്രയാണ്? ഒരു CH2 ഗ്രൂപ്പിൽ അവർ വ്യത്യാസപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ അറ്റോമിക് മാസ് 14 AMU വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ഇവിടെ 12 കാർബണിന്റെ 12 പ്ലസ് ഹൈഡ്രജൻ 1 × 2 അല്ലേ. അപ്പോൾ 14 ടോട്ടൽ മാസിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, കാർബൺ 1 കൂടിയിട്ടുള്ളൂ, അതെ. ഹൈഡ്രജൻ 2 കൂടിയിട്ടില്ലേ, അതെ. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അസർഷൻ കറക്റ്റ് ആണ്. റീസൺ, any two successive members in a homologous series differ in their molecular formula by CH3 unit. അല്ല, ശരിയല്ല. ഇവിടെ CH2 യൂണിറ്റിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് അസർഷൻ കറക്റ്റ് ആണ്, റീസൺ റോങ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താ വരിക? സി അല്ലേ. അസർഷൻ കറക്റ്റും റീസൺ റോങ്ങും ആയാൽ ഓപ്ഷൻ സി ആണ്. അത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നിരിക്കും, നിങ്ങൾ അതനുസരിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് IUPAC നെയിമാണ് HCOOH. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര കാർബൺ ഉണ്ട്? 1 അല്ലേ. അപ്പോൾ ഇതൊരു മെത്താണല്ലേ. പിന്നെ COOH ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സഫിക്സ് വരുന്നത്? മെത്തനോയിക് ആസിഡ്. ഇനി രണ്ടാമത്തേത് CH3 CH2 CH2 CH3. ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ട്, അതൊരു അൽക്കൈൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്. അപ്പോൾ 5 വരുമ്പോൾ പെൻഡ് അല്ലേ. പെൻഡൈൻ. ഇനിയുള്ളത് ഇതൊരു കമ്പൗണ്ട് ആണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നെയിമിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ നിങ്ങൾ ഇതിലെ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുക. ഇങ്ങനെ എടുത്താലും ഇതും ലോങ് ആണ് 3 എണ്ണം, ഇങ്ങനെ എടുത്താലും ഇതും ലോങ് ആണ്. പക്ഷേ നമ്മൾ കൂടുതലും യൂസ്ഡ് ആയിട്ടുള്ളത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഹൊറിസോണ്ടൽ എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ കാർബൺ എന്ന് പറയുന്നത് 1, 2, 3. ഇവിടെ നിന്ന് എണ്ണിയാലും 1, 2, 3. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ 2 അറ്റാച്ച്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? 2,2. കാരണം സെക്കൻഡ് കാർബണിൽ ഇവിടെയുണ്ട്, സെക്കൻഡ് കാർബണിൽ ഇവിടെയുണ്ട്, 2 അറ്റാച്ച്. സോ 2,2. പിന്നെ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? മീത്തൈൽ ഗ്രൂപ്പ്. പക്ഷേ 2 മീത്തൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡൈമീത്തൈൽ. പിന്നെ എന്താണ്? എത്ര കാർബൺ ഉണ്ട്? 3 അല്ലേ. അപ്പോൾ പ്രൊപ്പെയിൻ. 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ. അപ്പോൾ ഇതൊരു പെൻറ്റെയിൻ്റെ നമ്മുടെ ഐസോമറായിട്ട് നമ്മൾ പഠിച്ചതാണ്, 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇനി ഗീവ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. എസ്റ്റെറിഫിക്കേഷൻ നമ്മൾ പഠിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് എസ്റ്റെറിഫിക്കേഷൻ. എസ്റ്റെറിഫിക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ആസിഡും അതായത് ആൽക്കഹോളും C2H5OH എന്ന നമ്മുടെ ആൽക്കഹോളും നമ്മുടെ CH3COOH അല്ലേ എന്ന കാർബോക്സിലിക് ആസിഡും അതായത് നമ്മുടെ അസറ്റിക് ആസിഡും ചേർന്നിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തു പോയി നമുക്ക് എന്ത് കിട്ടും? എസ്റ്റർ കിട്ടും അല്ലേ. അപ്പോൾ എസ്റ്ററിൻ്റെ ഫോർമുല H3. ഒരു വാട്ടർ മോളിക്യൂൾ പോയിട്ടാണ് ഇവിടെ എസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങളത് ഒന്നുകൂടി പഠിക്കുക മനസ്സിലായില്ലെങ്കിൽ. A compound X on combustion gives a yellow flame with a lot of smoke. Yellow flame lot of smoke എന്ന് പറയുന്നത് തന്നെ unsaturated compoundന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. What inference would you draw from this statement? So, the compound X is an unsaturated compound either with a double bond or triple bond. That is why it is giving yellow flame with a lot of smoke.
ലിസ്റ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്. ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അതായത് അഡ്ജസൻറ്റ് മെമ്പേഴ്സ് CH2 ഗ്രൂപ്പ് കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഒപ്പം അവയുടെ ആറ്റമിക് മാസിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 14 AMU ആണ്. അത് ഇത് രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള മാസാണ്. റൈറ്റ് ദ നെയിം ആൻഡ് ഫോർമുല ഓഫ് നെക്സ്റ്റ് ഹയർ ഹോമോലോഗ് ഓഫ് C5H12. അപ്പോൾ C5H12 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്നത് എന്താണ്? പെൻറ്റാണ് അല്ലേ? പെൻറ്റ്. ഇത് CnH2n+2 എന്ന ഫോർമുലയാണ്. അതുകൊണ്ട് പെൻറ്റെയിൻ ആണ്. പെൻറ്റെയിൻ്റെ അടുത്ത ഹോമോലോഗ് എന്ത് വരും? ഒരു കാർബൺ കൂടും, 6, 2 ഹൈഡ്രജനും കൂടും അല്ലേ? അത് ഹെക്സെയിൻ ആണ്. പെൻറ്റെയിൻ കഴിഞ്ഞാൽ ഹെക്സെയിൻ ആണെന്ന് നമുക്കറിയാം. സിലക്ട് ദ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്കറിയാം സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് CnH2n+2 എന്ന ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ 3ന്റെ ഡബിൾ 6, അപ്പോൾ ഇതല്ല. 5, 5ന്റെ ഡബിൾ 10, അപ്പോൾ ഇതുമല്ല. ഇത് രണ്ടും ആൽക്കീനാണ്. 4ന്റെ ഡബിൾ 8, 8ഉം 2ഉം 10, അപ്പോൾ ഡബിൾ +2 ആണ്. കറക്റ്റാണ്. അടുത്തത് 6, 6 2 12, 2ഉം 14, അപ്പോൾ ഇതും കറക്റ്റാണ്. ഇത് ഡബിൾ ആണ്, അപ്പോൾ ഇതൊരു ആൽക്കീനാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈൻ ആകാം, പക്ഷേ സാച്ചുറേറ്റഡ് ആൽക്കൈൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടുമാണ് സാച്ചുറേറ്റഡ് കമ്പൗണ്ട്സ്. ഇനി കോമ്പൗണ്ട് എക്സ് ഇസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് C2H4O2. ഈ C2H4O2 എന്ന് പറയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് അയ്യോ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷേ H4O2 എന്ന് പറയുന്നത് നമ്മുടെ CH3COOH എന്ന അസറ്റിക് ആസിഡ് തന്നെയാണ്. നോക്കൂ, ഇവിടെ 2 കാർബൺ C2, H എത്രയാ? 4 അല്ലേ? O2. അപ്പോൾ C2H4O2 എന്നത് നമ്മുടെ അസറ്റിക് ആസിഡിൻ്റെ മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ് മോളിക്കുലർ ഫോർമുല. ആൻഡ് ആബ്സൊല്യൂട്ട് ആൽക്കഹോൾ. ആബ്സൊല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആൽക്കഹോൾ ഇൻ എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂറിക് ആസിഡ്. നെയിം ദ പ്രോസസ്, റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ. ഇത് എന്താണ്? നമ്മുടെ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ് അല്ലേ? അതായത് ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. സെൻസ് ഓഫ് ആസിഡ് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നു. ആ പ്രോസസ്സിന്റെ പേരെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അതായത് CH3COOH പ്ലസ് CH3CH2OH ആസിഡും ആൽക്കഹോളും. നമുക്ക് എന്ത് ലഭിക്കുന്നു? CH3COOC2H5. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫോർമുലയാണ് ഞാൻ കുറച്ച് മുമ്പ് എഴുതിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്റ്റർ. ഗിവ് ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ്. പ്രൊപ്പനോണും ഈഥീനുമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കീറ്റോ ഗ്രൂപ്പാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് കീറ്റോൺ ആണ്. ഇവിടെ ഡബിൾ ബോണ്ട് O, പിന്നെ H H H H H H. ഇതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇനി ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ കാർബണ് 1 2 3 4 അല്ലേ? ഈ കാർബണിനും 1, ഇവിടെ 2 എണ്ണമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ എഴുതാം 2. ഈ കാർബണിൽ 1 2 3 4. നിങ്ങൾ ഓർത്താൽ മതി, ഓരോ വരെയും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് ഓർത്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇവിടെ എന്താണുള്ളത്? ഒരു ഓക്സിജനാണ്. ഓക്സിജൻ 1 2 3 4 5 6 ഉണ്ട്. ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ എല്ലാം ഈ ഹൈഡ്രജൻ 2 ആയി, ഇതിനും 2 ആയി, ഇതിനും 2 ആയി. ഇനി കാർബൺ 8 വേണം അല്ലേ? 4 ഉണ്ട്. ഈ 3ഉം പ്ലസ് ഇവിടെ നിന്നും കൂടി ഒരെണ്ണം എടുത്തപ്പോൾ ഈ കാർബണും 8 തികഞ്ഞു. ഇനി ഈ കാർബണിൽ 4 ഉണ്ട്. 2 എണ്ണം ഓക്സിജൻ എടുത്ത് 6 ആയി. ഇവിടെ നിന്ന് ഒരെണ്ണം 7, ഇവിടെ നിന്ന് ഒരെണ്ണം 8. ഇനി ഓക്സിജൻ 6 ഉണ്ട്. കാർബണിൻ്റെ 2ഉം കൂടി എടുക്കുമ്പോൾ 8 ആയി. ഇനി വരുന്നത് ഇതാണ് 1 2 3 അല്ലേ? ഈ ഹൈഡ്രജൻ എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ഇനി ആ കാർബൺ എന്ത് ചെയ്യും? കാർബൺ ഈ 3 ഹൈഡ്രജൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് ഈ കാർബണിൽ നിന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. ഇനി ഈഥീൻ എന്ന് പറയുന്നത്, ഈഥീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ 1
2 3 4 ഇവിടെയും 1 2 3 4. ഇനി നമുക്ക് ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇങ്ങനെ ഷെയർ ചെയ്തു. കാർബൺ, ഈ കാർബണിൽ നിന്ന് 2 എണ്ണമാണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ ഈ കാർബൺ ഇവിടുന്ന് 2 എണ്ണം ഷെയർ ചെയ്തു. ഇതാണ് ഈഥീൻ്റെ സ്ട്രക്ചർ, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. State in brief the cleansing action of soaps in removing an oily spot from a fabric. Why are soaps not very effective when fabric is washed in hard water? How is this problem solved? In soaps, carbon chain dissolves in oil and the ionic end dissolves in water to form missile. Soap missile, we learned the structure. It has a polar tail, head and a non-polar tail. So the tail will be attaching to the oily dirt, so forming a missile. The dirt particles always stick to the oily or greasy layer present on the cloth. When a dirty cloth is dipped into the soap solution, the non-polar hydrocarbon end of missiles attached to the grease or oil present on the dirt and polar end remains in water layer. The mechanical action of rubbing, either we agitate or rub or brush, this removes the missiles with a trapped oily layer from the dirty surface. A stable emulsion of oil in water is formed. This emulsified oil containing dirt can now be steadily washed with water. Then hard water, we cannot use this effectively. In hard water, the soap usually form a scum. To avoid this, we can use detergents. Detergents can effectively work in hard water as well. State the role of alkaline potassium permanganate in the reaction involving conversion of an alcohol to the corresponding carboxylic acid. Write chemical equation of this reaction. ഈ റിയാക്ഷനിൽ നമ്മൾ ഇത് മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. അതായത് ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആൽക്കലൈൻ KMnO4ന്റെ റോൾ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. കാരണം ഇത് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആൽക്കലൈൻ KMnO4നൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് K2Cr2O7. ഇവ രണ്ടും ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. ഇത് എത്തനോൾ ആണ്. അപ്പോൾ ഇത് ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അഥവാ ആസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. എത്തനോൾ വിൽ ബിക്കം അസറ്റിക് ആസിഡ്. അപ്പോൾ ഈ റിയാക്ഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഡിഫൈൻ ഐസോമറിസം. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. അങ്ങനെയുള്ള കമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. 2 പോസിബിൾ ഐസോമേഴ്സ് ഓഫ് പെൻറ്റെയിൻ. പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോർമൽ പെൻറ്റെയിൻ വരയ്ക്കാം. 1 2 3 4 5 വിത്ത് ഹൈഡ്രജൻ. ഇതാണ് പെൻറ്റെയിൻ. ഇനി വേറൊന്ന് നമുക്ക് വരയ്ക്കാവുന്നത് 1 2 3 4. ഇത് ഐസോപെൻറ്റെയിൻ ആണ്. ഇനി നമുക്ക് വരയ്ക്കാം, ഒരു സ്ട്രക്ചറും കൂടി വരയ്ക്കാം. 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ അല്ലേ? ഇതെന്താണ്? 2-മീഥൈൽ. ഇത് സെക്കൻഡ് കാർബൺ അല്ലേ? 1 2 സെക്കൻഡ് കാർബണിൽ വരുമ്പോൾ 2-മീഥൈൽ, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2-മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. ഇവിടെ വരുന്നത് സെക്കൻഡ് കാർബണിൽ 2 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയും. അത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടു. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്? അതിൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മെയിനായിട്ടുള്ള ഡിഫറൻസ് ഏതൊക്കെയാണ്? സോപ്സ് ഹാർഡ് വാട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റില്ല, സ്കം ഫോം ചെയ്യും. വേറെ ഡിറ്റർജൻസ് ആർ ഇഫക്റ്റീവ് ഇൻ ഹാർഡ് വാട്ടർ ആസ് വെൽ ആസ് സോഫ്റ്റ് വാട്ടർ. പിന്നെ ക്ലെൻസിങ് ആക്ഷന് സോപ്പിന് കുറവാണ്, ഡിറ്റർജൻസിന് ക്ലെൻസിങ് ആക്ഷൻ കൂടുതലാണ്. സോപ്സ് ബയോഡിഗ്രേഡബിൾ ആണ്, ഡിറ്റർജൻസ് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഇൻ ഈച്ച് കേസ് എത്തനോൾ ഇസ് ബേൺഡ് ഇൻ എയർ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് കമ്പഷൻ ആണ്. എനി ഹൈഡ്രോകാർബൺ അണ്ടർഗോസ് കമ്പഷൻ, വാട്ട് വിൽ വി ഗെറ്റ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റ് ആൻഡ് ലൈറ്റും. അപ്പം C2H5OH. What will we get? CO2.
പ്ലസ് H2O പ്ലസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് എന്ന് എഴുതണം. അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. നമ്മളിതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ലഭിക്കുന്നത്. ഇനി എത്തനോൾ ഈസ് ഹീറ്റഡ് വിത്ത് എക്സസ് കോൺസെൻട്രേറ്റ് സൾഫ്യൂറിക് ആസിഡ് അറ്റ് 443 കെൽവിൻ. ഇവിടെ സംഭവിക്കുന്നത് ഒരു ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. സൾഫ്യൂറിക് ആസിഡ് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിനെ റിമൂവ് ചെയ്യും. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ വാട്ടറിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്: CH3 CH2OH നമ്മുടെ എത്തനോൾ ആണ്. അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് അറ്റ് 443 കെൽവിൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈത്തീൻ കിട്ടും. CH2 ഡബിൾ ബോണ്ട് CH2. എന്താണ് റിമൂവ് ചെയ്യുന്നത്? വാട്ടർ, കാരണം ഡീഹൈഡ്രേറ്റിംഗ് റിയാക്ഷൻ ആണ്. A piece of sodium is dropped in ethanol. Reaction of ethanol with ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻ ഓഫ് എത്തനോളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എത്തനോൾ പ്ലസ് സോഡിയം നമുക്ക് എന്ത് കിട്ടും? CH3 CH2ONA പ്ലസ് H2. മെറ്റലും ആസിഡ് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ റിലീസ് ആവും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ബാലൻസ് ചെയ്താൽ 2CH3 CH2OH പ്ലസ് 2Na gives 2CH3 CH2ONA പ്ലസ് H2. ഇത് സോഡിയം ഈത്തോക്സൈഡ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. നെയിം 2 ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ദാറ്റ് ആർ യൂസ് ടു കൺവേർട്ട് ആൽക്കഹോൾ ടു ആസിഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആൻഡ് അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ് ഓൺ ദ ബേസിസ് ഓഫ് ലിറ്റ്മസ് ടെസ്റ്റ്. ഇവിടെ നമുക്കറിയാം ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആസിഡിനെയും ബേസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിൽ യാതൊരു ചേഞ്ചും കാണില്ല, പക്ഷേ ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡായിട്ട് മാറ്റും. ഇവിടെ നാലാമത്തെ ചോദ്യം വിട്ടുപോയതാണ്. അതിൻ്റെ ചോദ്യം ഇതാണ്: CH2 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 CH2. ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചാലും ഉത്തരം നിങ്ങൾക്ക് എന്തായിരിക്കും? സൈക്ലോപ്രൊപ്പൈൻ. സൈക്ലോപ്രൊപ്പൈൻ്റെ മോളിക്കുലർ ഫോർമുല എത്രയാണ്? C3H. സാധാരണ പ്രൊപ്പൈൻ ആകുമ്പോൾ എത്ര വരണം? C366 + 2 8 വരണം അല്ലേ? പക്ഷേ ഇവിടെ എത്രയേ വരുള്ളൂ? 6 വരുള്ളൂ. അതായത് പ്രൊപ്പീൻ്റെ ഫോർമുലയാണ് സൈക്ലോപ്രൊപ്പൈന് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. കാർബൺ കമ്പൗണ്ട് എക്സ്റ്റേൺസ് ലിറ്റ്മസ് ബ്ലൂ റെഡ് മീൻസ് ബ്ലൂവിനെ റെഡ് ആക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ആസിഡാണ്. ആൻഡ് ഹാസ് മോളിക്കുലർ ഫോർമുല C2H4O2. C2H4O2 എന്ന് പറയുന്നത് എന്താണ്? CH3COOH. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. When compound X is reacted with the sodium carbonate, carbon dioxide gas is released. Identify X and draw structure. Identify X എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്: CH3COOH. ഇതാണ് സ്ട്രക്ചർ. Write the chemical equation when X reacts with the ethanol in presence of concentrated sulfuric acid and name the product. ഇത് വീണ്ടും എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു. കമ്പൗണ്ട് ഫോംഡ് എസ്റ്റർ ആണ്. What do you mean by saponification reaction? Write the chemical equation. അപ്പോൾ saponification reaction എന്ന് പറയുന്നത് നമ്മളൊരു എസ്റ്ററിൽ നിന്ന് എസ്റ്ററിനെ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള സ്ട്രോങ് ആൽക്കലി ആയിട്ട് പ്രവർത്തിച്ച് നമുക്ക് ആൽക്കഹോളും സോഡിയം സോൾട്ട് ഓഫ് ദാറ്റ് ആസിഡും തിരിച്ചു കിട്ടുന്നതിനെയാണ്. ഇത് സോപ്പ് മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ saponification reaction എന്ന് പറയുന്നത്. In the presence of sodium hydroxide ഇതാണ് saponification reaction. ഇത് esterification ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. Write the structural formula of ethanol and list its 2 physical properties. എത്തനോളിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല CH3 CH2OH ആണ് അല്ലേ. ഇനി ഇതിൻ്റെ 2 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കളർലെസ് സബ്സ്റ്റൻസ് ആണ്, കളർലെസ് ലിക്വിഡ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ, ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്, പിന്നെ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്, അതൊരു നല്ല സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പിന്നെ അതൊരു വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് ആണ്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡാണ്. പിന്നെ വാട്ട് ഹാപ്പൻസ് വെൻ എത്തനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. അഗെയിൻ സെയിം ആണ്, നമ്മൾ ചെയ്തിട്ടുണ്ട്. എസ്റ്ററിഫിക്കേഷൻ അല്ല, കാരണം ഇവിടെ എത്തനോൾ മാത്രമാണ്. നമ്മൾ കണ്ടു C2H5OH, അതായത് എത്തനോളിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡായിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈത്തീനും വാട്ടറും കിട്ടും. ഇതൊരു ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടല്ലേ, അറ്റ് 443 കെൽവിൻ.
What is the role of concentrated sulfuric acid in the above reaction? Concentrated sulfuric acid is acting as a dehydrating agent, means removal of water. Dehydrate ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിനെ റിമൂവ് ചെയ്യുക. Why are certain compounds called hydrocarbons? Write its general formula of a series of alkanes, alkenes and alkynes. അപ്പോൾ ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ചാൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ എന്ന് പറയുന്നത് ആ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ആൽക്കൈൻ എന്ന് പറയുന്നത് CnH2n+2, ആൽക്കീൻ എന്ന് പറയുന്നത് CnH2n, ആൽക്കൈൻ എന്ന് പറയുന്നത് CnH2n-2. പിന്നെ ഫസ്റ്റ് മെമ്പർ ഓഫ് ഈച്ച് സീരീസ്. ആൽക്കൈൻ്റെ ആദ്യത്തെ സീരീസ് മെമ്പർ ഏതാണ്? CH4. ആൽക്കീൻ്റെ ആദ്യത്തേത് ഈഥീനാണ്. ആൽക്കൈൻ്റെയും ആദ്യത്തേത് ഈത്തൈനാണ്. കാരണം ഇത് രണ്ടിലും മിനിമം 2 കാർബൺ ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈത്തൈൻ്റെ എന്നുള്ളത് ആദ്യത്തെ മെമ്പർ ആവുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് കൺവേർട്സ് ആൽക്കീൻസ് ടു ആൽക്കെയിൻസ്. അതെന്താണ്? അഡീഷൻ റിയാക്ഷൻ അല്ലേ? ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ആൽക്കീൻ ആൽക്കെയിൻ ആയിട്ട് മാറും. ഓൾസോ റൈറ്റ് എ കെമിക്കൽ ഇക്വേഷൻ ടു ഷോ ദ നെസസറി കണ്ടീഷൻ ഫോർ ദ റിയാക്ഷൻ ടു ഒക്കർ. ഇവിടെ നമുക്കൊരു ആൽക്കീൻ ഉണ്ട്. ഇതിനെ നമുക്കൊരു ആൽക്കെയിൻ ആക്കി മാറ്റാൻ കഴിയും. സിംഗിൾ ബോണ്ട് CR ഒരു H ആഡ് ചെയ്താൽ മതി അല്ലേ? ഓരോ H വീതം കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് H ആയിട്ടാണ്. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് ആയി. പക്ഷേ ഇതിനുള്ള കണ്ടീഷൻ എന്താണ്? നിക്കൽ അല്ലെങ്കിൽ പലേഡിയം ആസ് എ കാറ്റലിസ്റ്റ്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ആൻഡ് നെയിം ഓഫ് ദ കമ്പൗണ്ട് വിച്ച് ഈസ് ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. എത്തനോൾ CH3 CH2OH ethanol. List its any two uses. It's a good solvent, as I already mentioned. So it is used in medicines like cough syrups, etc. And it has a use in laboratory, or it is used as a clean fuel also. എന്തുകൊണ്ടാണ് ക്ലീൻ ഫ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ബേൺ ചെയ്യുമ്പോൾ റെസിഡ്യൂ ഒന്നുമില്ല, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഫോം വെൻ ദിസ് കമ്പൗണ്ട് റിയാക്ട്സ്. സോഡിയം മെറ്റൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. CH3CH2OH പ്ലസ് NA CH3CH2ONA + H2. പിന്നെ ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്, അത് ഈഥീനായിട്ട് മാറുന്നത് ജസ്റ്റ് നൗ വി സോ. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാർബോക്സിലിക് ആസിഡ് മോളിക്കുലർ ഫോർമുല C2H4O2. എഗെയിൻ ഇത് കാണുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഏതാണ്? CH3COOH. റിയാക്ട്സ് വിത്ത് ആൻ ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. ഓക്കെ, ആൽക്കഹോൾ ഏതാണ്? C2H5OH. പ്രസൻസ് ഓഫ് ആസിഡ് ഏതാണ്? നമ്മുടെ സൾഫ്യൂറിക് ആസിഡ്. കാറ്റലിസ്റ്റ് ഫോം എ കമ്പൗണ്ട് X. വീണ്ടും ഇത് ഏതാണ്? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. കമ്പൗണ്ട് X എന്ന് പറയുന്നത് എസ്റ്റർ ആണ്. ദി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ വിത്ത് ആൽക്കലൈൻ ആ ആൽക്കഹോൾ അതായത് C2H5OH oxidation with alkaline potassium permanganate gives the same carboxylic acid C2H4O2. Write the name and structure of carboxylic acid. Name എന്ന് പറയുന്നത് ethanoic acid or acetic acid. Structure CH3 COOH. Alcohol ethyl alcohol or ethanol. Ethanol എഴുതാം. CH3 CH2OH. Compound X ester ആണ്. പിന്നെ acetylene burns with a sooty flame because unsaturated iron ആണ് അത് sooty flame തരുന്നത്. Element carbon forms compound mainly by covalent bonding. അതിന് നമ്മൾ രണ്ട് റീസൺസ് പഠിച്ചിട്ടുണ്ട്. അതായത് കാർബണിൻ്റെ സെൻറ്ററിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 6 പോസിറ്റീവ് ചാർജാണ് അല്ലേ? 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ചുറ്റും ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ആദ്യത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 1 2 3 4. അപ്പോൾ ഇനി കാർബൺ 4 എണ്ണത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ എത്രയാകും? 10 നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺ എത്രയേ ഉള്ളൂ? 6 പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ ന്യൂക്ലിയസ് വിത്ത് 6 പോസിറ്റീവ് ചാർജ് ടു ഹോൾഡ് ഓൺ ടു ഇലക്ട്രോൺസ് വിത്ത് 10 നെഗറ്റീവ് ചാർജ് ഓർബിറ്റൽസ്.
അതുകൊണ്ട് അതിനെ എടുക്കാൻ പറ്റുന്നില്ല. ഇനി റിമൂവ് ചെയ്യാനാണെങ്കിൽ ഇറ്റ് ടേക്സ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് ദ ഇലക്ട്രോൺസ് ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്തിട്ട് കോവലന്റ് ബോണ്ടിങ്ങിന് വിധേയമാകുന്നത്. State the meaning of functional group in an organic compound. So heteroatoms means നമ്മൾ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഈ ആറ്റംസിനെ ചേർക്കുന്നത്. സോ ഒരു ആറ്റം ആകാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം. അതിനെ പറയുന്നത് ഹെട്രോ ആറ്റംസ്. ഹെട്രോ ആറ്റംസ് വിച്ച് പ്രൊവൈഡ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ടു എ ഹൈഡ്രോകാർബൺ കമ്പൗണ്ട്. ഇപ്പോൾ നമ്മൾ OH ഇട്ടാൽ ആൽക്കഹോളിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും അല്ലേ, അതേപോലെ COOH ഇട്ടാൽ ആസിഡിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്ന ആ ഹെട്രോ ആറ്റംസിനെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. Write the formula of the functional group present in aldehyde. ആൾഡിഹൈഡിൽ ഏതാ വരുന്നത്? സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഫോർമുല. അപ്പോൾ CHO, ഇതാണ് ആൾഡിഹൈഡ്, CHO. അല്ലെങ്കിൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ. കാർബണിൻ്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ ഈ ബാലൻസ് കാണിക്കുന്നത്. ഇവിടെ ഹൈഡ്രജനുമായിട്ട് ഒരു ബോണ്ട്, ഓക്സിജനുമായിട്ട് 2 ബോണ്ട്. ഈ വാല് വെച്ചിട്ടാണിത് മറ്റ് ഹൈഡ്രോകാർബണിനെ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഇപ്പുറത്തും ഓരോ കാർബൺ വരണം. അതുകൊണ്ടാണ് സിംപ്ലസ്റ്റ് കീറ്റോൺ നമ്മൾ പ്രൊപ്പനോൺ എന്ന് പറയുന്നത്. ഹൗ ഈസ് ഈത്തീൻ പ്രിപ്പയർഡ് ഫ്രം എത്തനോൾ? അത് നമ്മളിപ്പോൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ഈത്തീനെ സൾഫ്യൂറിക് ആസിഡിൻ്റെ പ്രസൻസിൽ 443 കെൽവിനിൽ ചൂടാക്കിയാൽ നമുക്ക് ഈത്തീൻ കിട്ടും, എത്തനോളിനെ. ഓക്കെ, give the equation of the reaction. ഞാൻ എഴുതുന്നില്ല വീണ്ടും. Why detergents are better cleansing agents than soaps? Give a demerit of using detergents as cleansing agent. ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം സോൾട്ട്സ് ഓഫ് ഹൈഡ്രോകാർബൺ ആണ്. ഡിറ്റർജൻസ് എന്ന് പറയുന്നത് ബെറ്റർ ക്ലെൻസിങ് ഏജൻസ് ആണ്, ബിക്കോസ് ദേ ഡു നോട്ട് ഫോം എനി പ്രസിപ്പിറ്റേറ്റോസ് കം വിത്ത് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം അയോൺസ് പ്രസന്റ് ഇൻ ദ ഹാർഡ് വാട്ടർ. പക്ഷേ ഇവിടുത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഡിറ്റർജൻസ് എന്ന് പറയുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എൻവയൺമെന്റിന് ഹാംഫുൾ ആണ്. 2 carbon compounds X and Y have the molecular formula C3H6. C3H6 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു ആൽക്കീൻ ആണ് അല്ലേ, ആൻഡ് C4H10 അതൊരു ആൽക്കീൻ ആണ് റെസ്പെക്റ്റീവ്ലി. വിച്ച് വൺ ഓഫ് ദ 2 ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഷോ അഡീഷൻ റിയാക്ഷൻ? നമുക്കറിയാം അൺസാച്ചുറേറ്റഡ് അഡീഷൻ റിയാക്ഷൻ നടന്നിട്ട് സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ എക്സ് ആണ്, എക്സ് ഹാസ് ദ ചാൻസ് ഓഫ് ഷോയിങ് അഡീഷൻ റിയാക്ഷൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ ബിക്കോസ് എക്സ് ഈസ് അൺസാച്ചുറേറ്റഡ്. ഓൾസോ ഗിവ് കെമിക്കൽ ഇക്വേഷൻ ടു എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് അഡീഷൻ റിയാക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടത് തന്നെ എഴുതാം. 6 ഡബിൾ ബോണ്ട് CR. അത് നിക്കൽ അല്ലെങ്കിൽ പലേഡിയം കൊടുക്കുമ്പോൾ CR ഇവിടെ സിംഗിൾ ബോണ്ടായി. അപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ H കൊടുത്തു. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഫോളോയിങ് കമ്പൗണ്ട്സ് ആൻഡ് ഐഡന്റിഫൈ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ്. ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 4 ഉണ്ടല്ലേ, 1 2 3 4. ബ്യൂട്ടല്ലേ, ബ്യൂട്ടിന് 4. ഇനി ഓയിക് ആസിഡ് വരുമ്പോഴോ COOH. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ബ്യൂട്ടനോയിക് ആസിഡ്. ഇനി ബ്രോമോപ്രൊപ്പെയിൻ. ബ്രോമോപ്രൊപ്പെയിൻ എന്ത് പറയണം? പ്രൊപ്പെയിൻ ആദ്യം വരയ്ക്കുക. 1 2 3. ഒരു എൻഡിൽ ബ്രോമിൻ കൊടുക്കുക, ബാക്കിയെല്ലാം ഹൈഡ്രജൻ. ഇതാണ് ബ്രോമോപ്രൊപ്പെയിൻ. ഇതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം. വാട്ട് ചേഞ്ച് വുഡ് യു ഒബ്സർവ് ഇൻ ദ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടേക്കൺ ഇൻ ടെസ്റ്റ് ട്യൂബ് B? അപ്പം നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ നോക്കൂ. എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡും സോഡിയം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ റിയാക്ഷൻ വഴി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സോഡിയം അസറ്റേറ്റ് എന്ന സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഡെലിവറി ട്യൂബിൽ കൂടി കൊണ്ടുപോയിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്കാണ് കൊടുക്കുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈം വാട്ടർ അല്ലെങ്കിൽ സ്ലേക്കറ്റ് ലൈം. അപ്പോൾ ഈ ലൈം വാട്ടറിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും അത് ഇതിനെ വൈറ്റ് കളറാക്കി മാറ്റും. അപ്പം ഇറ്റ് ടേൺസ് മിൽക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്സർവേഷൻ. റൈറ്റ് ദ റിയാക്ഷൻ ഇൻവോൾവ് ഇൻ ടെസ്റ്റ് ട്യൂബ് A. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന റിയാക്ഷൻ, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? അസറ്റിക് ആസിഡ് CH3COOH പ്ലസ് സോഡിയം കാർബണേറ്റ്. എന്താണ് റിയാക്ഷൻ നടന്നുണ്ടാകുന്നത്? CH3COONA പ്ലസ് H2O പ്ലസ് CO2. ഓക്കെ, ഇനി would you expect the same change if ethanol is given instead of ethanoic acid? ഈ റിയാക്ഷന് എത്തനോൾ കാർബൺ ഡൈ ഓക്സൈഡ് സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ഈത്തോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ലഭിക്കും. അപ്പോൾ ഇവിടെയും സെയിം റിയാക്ഷൻ നമുക്ക് ലഭിക്കും. മിൽക്കി എന്നുള്ള ഒരു ഒബ്സർവേഷൻ ലഭിക്കും.
ഡിഫൈൻ ഐസോമറിസം, ഡ്രോ ഓൾ പോസിബിൾ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ പെൻറ്റൈൻ്റെ ഐസോമേഴ്സ് വരച്ചു. ഇനി നമുക്ക് ബ്യൂട്ടൈൻ്റെ ഐസോമേഴ്സ് നോക്കാം. 1 2 3 4 4 നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എച്ച് വരയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് അന്ന് ഞാൻ വരച്ചേക്കാം. ഓക്കെ, ഇത് ഒരു സ്ട്രക്ചർ. ഇനി 3 സ്ട്രെയിറ്റും 1 ചെയിനുമായിട്ട് കൊടുക്കാം. CH3 CH CH3. ഇവിടെ വീണ്ടും H H H. നോർമൽ ബ്യൂട്ടൈനും ഐസോ ബ്യൂട്ടൈനും വരച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം. ഇതെന്താണ്? 2-methyl butane. ഒരു 2 സെക്കൻഡ് കാർബണിൽ മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 ഐസോമേഴ്സാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ചില ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം എഴുതി പഠിക്കാൻ ശ്രമിക്കുക. സ്ട്രക്ചർ, ഫങ്ഷണൽ ഗ്രൂപ്പെല്ലാം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.